വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിതരണം നടത്തിവന്ന സംഘത്തിലെ പ്രധാന കണ്ണികളായി പെരിങ്ങോം ഉമ്മറപ്പൊയിൽ സ്വദേശി ശീതളും സംഘവും പ്രവർത്തിച്ചിരുന്നുവെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. കോളേജ് പരിസരങ്ങളും വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്ന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇവർ ലഹരി വിൽപ്പന വ്യാപകമാക്കിയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെരിങ്ങോം ഉമ്മറപ്പൊയിൽ സ്വദേശിയായ ശീതൾ ശിവദാസും പേരാമ്പ്ര സ്വദേശി കാർപ്പൊയിൽ ഫിറോസും MDMAയും കഞ്ചാവുമായി എക്സൈസ് വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 11.83 ഗ്രാം MDMAയും 5.44 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. കൂടാതെ ലഹരി പാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ചെറിയ കവറുകൾ, സീൽ ചെയ്യാനുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ത്രാസ് തുടങ്ങിയവയും പിടിച്ചെടുത്തു. മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബ്ലൂ മെറിഡിയൻ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. നഗരത്തിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്തുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി ശേഖരിക്കുകയും വിതരണം നടത്തുകയും ചെയ്തിരുന്നുവെന്നാണ് എക്സൈസ് വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിലൊടുവിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ കുറേ കാലമായി ഈ സംഘം എക്സൈസ് വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതികളുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി പിന്തുടർന്ന ശേഷമാണ് തെളിവുകൾ സഹിതം അറസ്റ്റ് നടത്താൻ സാധിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഘത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളെ കണ്ടെത്തുന്നതിനും ലഹരി വിതരണം വ്യാപകമാക്കിയിരുന്ന ശൃംഖല പൊളിച്ചെടുക്കുന്നതിനുമായി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കണ്ടെത്താൻ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം